എന്നാൽ പിന്നെ പോയല്ലേ. ഇന്ന് എവിടെയാണെന്ന് വെച്ചാൽ ഹവായിലെ കൊന എന്ന് പറയുന്ന പ്ലേസിലാണുള്ളത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഹവായ് ദ്വീപിലെ രണ്ടാമത്തെ വാസയോഗ്യമായ സ്ഥലമാണ് കൊന എന്ന് പറയുന്നത്. കൊന എന്ന് പറയുന്നത് രണ്ട് പേരുണ്ട്, കൊലുവ എന്നുണ്ട് കൊന എന്നുണ്ടെങ്കിലും മോസ്റ്റ്ലി ഉപയോഗിക്കുന്നത് കൊന എന്ന് പറയുന്നതാണ്. വളരെ ഈ ഇപ്പം കാണുന്നില്ല, ഈ ഫുള്ള് നമ്മൾ നമ്മളിപ്പം ഇവിടെ നിന്ന് കാണുമ്പോഴത്തേക്ക് എന്ത് മനോഹരമാണെന്ന് പറയും. ഇവിടെ കൂടുതലായിട്ട് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെയാണുള്ളത്. ഒരു ഷോപ്പിംഗ് വില്ലേജ് തന്നെയാണ് അവിടെ. എന്ന് വെച്ചാൽ ഒരുപാട് തിരക്കോ കാര്യങ്ങളോ ഉള്ള ഒരു സ്ഥലമായിട്ട് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ വാസയോഗ്യമാണെങ്കിലും ഉള്ളേരിയയിലോട്ടാണ്, ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണത്. പക്ഷേ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പ്ലേസ് നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതിൻ്റെ എവിടെ പോയാലും നമുക്ക് കാണാൻ പറ്റും. അതേ കണക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഒന്നാമത്തെ കാര്യം US-ൻ്റെ അണ്ടറിലുള്ള സ്ഥലമാണ്. ഇവിടെ ഫേമസ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഡീപ് സീ ഫിഷിംഗ് ആണ്. അതുമാത്രമല്ല ഇൻ്റർനാഷണൽ ബിൽ ഫിഷ് ടൂർണമെൻറ്റ് നടക്കുന്നൊരു പ്ലേസാണ് കൊന എന്ന് പറയുന്നത് കേട്ടോ. കാണുന്നത് പോലെ അത്ര തിരക്കുണ്ടോയെന്ന് വെച്ചാൽ തിരക്കുണ്ട്. ടൂറിസ്റ്റുകൾ വരുമ്പോൾ നല്ല തിരക്കാവും. ഇവിടെ കൂടുതലായിട്ട് പല വെറൈറ്റി ഓഫ് ക്യുസീൻസുകളുണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റുകളായാലും ഒരുപാട് ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളുണ്ട്. എല്ലാം മിനി റെസ്റ്റോറൻറ്റുകളാണ്. ഒരുപാട് ക്യുസീൻസ് ഉണ്ട്. ഇറ്റാലിയൻ ആയാലും ഫ്രഞ്ച് ആയാലും അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. നമുക്കത് പക്ഷേ എക്സ്പെൻസീവാണ്, അത്യാവശ്യം എക്സ്പെൻസീവാണ്. നമ്മൾ മണിയായിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവാണ്. ഞാനിവിടെ ഒരു ട്രീയുടെ ഇത് കാണിച്ചാൽ ഏകദേശം എവിടെ പറഞ്ഞതാ 300 വർഷം പഴക്കമുള്ളൊരു ട്രീ ആയിരുന്നു അത് ഒടിഞ്ഞ് വീണിട്ടെന്തോ, അത് ഒടിഞ്ഞെന്തോ വീണ് അങ്ങനെയാണ് അതിൻ്റെ ഇതായിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. അത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഞാനവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതൊരു ഐലൻഡ് എന്ന് വെച്ചാൽ ഇവിടെ ജുവല്ലറീസിൻ്റെ ഒരു ഇതുകൊണ്ടുണ്ട്. ജ്വല്ലറീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതലും ഗോൾഡോ കാര്യങ്ങളോ ഒന്നും അല്ല ഉപയോഗിക്കുന്നത്, സിൽവറാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഈ കാണുന്നതുണ്ട് അത് അവിടെ എഴുതി വെച്ചിരിക്കുന്ന അവിടുത്തെ ഫിഷും അവിടുത്തെ ബീച്ചിനെ കുറിച്ചുമാണ്. ഇതാ സൈഡിലോട്ട് പോകുന്നൊരു വേ ആണ്, ചെറുതായിട്ടുള്ളൊരു നല്ല ക്ലിയർ വാട്ടറാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ദൂരമായിട്ട് കാണുന്നത് നമ്മൾ ഷിപ്പാണ് കേട്ടോ. ഇന്ന് ടെൻഡർ ആയതുകൊണ്ട് ഷിപ്പ് അവിടെയാണ്. നല്ല രസമില്ലേ വാട്ടർ കാണാൻ, നമ്മുടെ കടലിനടിയിൽ വരെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പാലസാണ്, ഹ്യൂലി പാലസ്. ഇവിടെ കൊനയിലുള്ള ഏക ഒരു പാലസാണ്. ഈ പാലസ് നിർമ്മിച്ചേക്കുന്നത് ലാവാ റോക്ക് കൊണ്ടാണ്. എനിക്ക് എന്താണ് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല, പക്ഷേ ഇതൊക്കെ വളരെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. 1838 ഗവർണർ ഓഫ് ഹവായ് ഐസ്ലാൻഡിൻ്റെ ആളാണ് ഇത് പണി കഴിപ്പിച്ചത്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഹവായ് രാജവംശങ്ങൾക്ക് സമ്മർ വെക്കേഷൻ അവർ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പണി കഴിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊരു മ്യൂസിയമാണ്. ഇപ്പോൾ ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോക്ടേഴ്സ് ഓഫ് ഹവായി ആണ്. അവരാണ് ഇപ്പോൾ ഇത് റൺ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നല്ല അവിടെ തന്നെ ഒരുപാട് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഒരുപാട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ അതിൽ കാണാൻ പറ്റും ഹിസ്റ്ററിയും കാര്യങ്ങളും. ഏകദേശം നല്ല വിസ്തൃതിയിൽ നിർമ്മിച്ചേക്കുന്നതാണ് കേട്ടോ. നല്ലൊരു ഏരിയ തന്നെ ഉണ്ട് അവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളായാലും ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. അതിൻ്റെ ബാക്ക് വ്യൂവിൽ അത് പോകുമ്പം കാണാൻ പറ്റും. അതുമാത്രമല്ല അവരുപയോഗിച്ച സാധനങ്ങളും അങ്ങനെയുള്ള ഇതൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അവിടെ അകത്തായിട്ട് ചെയറും കാര്യങ്ങളും എല്ലാം. അതിൻ്റെ അകത്തോട്ട് പെർമിഷൻ ഉണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ ടിക്കറ്റ് ഉണ്ട്. എങ്കിലും ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയസിൽ മാത്രമേ നമുക്ക് കവർ ചെയ്യാൻ പറ്റൂ. ഞാൻ എന്തായാലും അകത്തോട്ട് കയറാൻ പോകുന്നില്ല. ഇവിടെ നിന്നുള്ള വ്യൂ നിങ്ങൾക്ക് എന്തായാലും ഞാൻ കാണിക്കാം. 1973 ഇത് US-ൻ്റെ നാഷണൽ രജിസ്ട്രിയിൽ ഹിസ്റ്ററിയിലെ പാലസായിട്ട് ആഡ് ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പോൾ US-ൻ്റെ അണ്ടറിലെന്ന് പറഞ്ഞാൽ US-ൻ്റെ ഏരിയ തന്നെയാണ്. US-ൻ്റെ അണ്ടറിൽ അവരാണിപ്പോൾ ഇത് നോക്കുന്നത്. ഈ ഒരു പാലസ് നല്ല ഒരു അത്യാവശ്യം വലിയൊരു പാലസ് തന്നെയാണെന്ന് പറയാം. വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയല്ലേ. ആ വാട്ടർ നോക്കി നല്ല രസമല്ലേ, ക്ലിയർ ആൻഡ് ക്രിസ്റ്റൽ വാട്ടർ അല്ലേ ഇത്. നമുക്ക് ഇപ്പം ഈ വീഡിയോയിൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ അടിയിൽ ചെറിയ ചെറിയ ഫിഷുകളൊക്കെ ഉണ്ട് കേട്ടോ, ഏഞ്ചൽ ഫിഷ്. ആ കാണുന്നത് കണ്ടോ, ഞാൻ ടെൻഡർ പോട്ടാന്ന് പറഞ്ഞില്ല, ആ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ പറഞ്ഞു തരാം. ഞാൻ ഷോപ്പിങ്ങിൻ്റെ കാര്യം ഒരുപാട് പറഞ്ഞു. നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം മുന്നോട്ട് പോകുമ്പോൾ. ഇവിടെ ഒരുപാട് കരകൗശല വസ്തുക്കളുണ്ട്. ഇറ്റ് മീൻസ് ഞാൻ ഈ കൊനയിലൊക്കെ വന്നപ്പോൾ നമ്മുടെ തെങ്ങ് കണ്ടിട്ടുണ്ടായിരുന്നേ. ഒരുപാട് കരകൗശല വസ്തുക്കൾ ഇവിടെ ഉണ്ട്, തെങ്ങിൻ്റെ ഇതായിട്ടുണ്ടാക്കി. ഈ കാണുന്ന കാര്യമൊക്കെ കണ്ടു. നമ്മുടെ നാട്ടിലെ ചിരട്ടയില്ലേ, ചിരട്ടയുടെ എടുത്തിട്ടുള്ള സംഭവങ്ങൾ വെച്ചാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇതൊന്നുമല്ല, മനോഹരമായ ഒരുപാട് കാഴ്ചകൾ ഇതുണ്ട്. ഈ ഒരു സൈഡിലെന്ന് വെച്ചാൽ മാഗ്നറ്റ്, അങ്ങനെയുള്ള ഈ ഹവായിയൻ ഫ്ലവേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ
ഈ വീഡിയോ ഞാൻ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് അവിടുന്ന് നല്ല രീതിയിൽ തെറി കേട്ടതാണ്. കാരണം അവിടെ സ്റ്റിക്കറിൽ വെച്ചേക്കുന്നുണ്ട് അവിടെ ക്യാമറ അലൗഡ് അല്ല, നമ്മളെ ഫോൺ ക്യാമറ പോലും എടുക്കാൻ അലൗഡ് അല്ല കേട്ടോ. ഞാനിത് എൻ്റർ ചെയ്തപ്പം കണ്ടോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോഴത്തേക്ക് അവിടെ എല്ലാം എഴുതിച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലാസ്റ്റ് ആയപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലേ, ഇതിന് നല്ല ഇതുണ്ട്. പകുതി പോർഷൻ ആയപ്പോൾ അവർ പറഞ്ഞു എടുക്കല്ലെന്ന് അവിടെ നോട്ടീസ് വെച്ചിട്ടില്ലേ, പിന്നെ എന്തിനാണ് എടുക്കുന്നതെന്ന്. എന്താ റീസണോ കാര്യങ്ങളോ അറിയില്ല. എനിക്ക് തോന്നുന്നു അവിടുത്തെ അതെല്ലാം പുറത്ത് പോകുന്നുള്ള ഒരു ഇത് വെച്ചിട്ടായിരിക്കും. വീഡിയോ എടുക്കാനോ അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ നമ്മൾ ടച്ച് ചെയ്യാനോ, നമ്മൾ മേടിക്കുന്ന സാധനങ്ങളാണെങ്കിൽ ഓക്കെ. ഇതുണ്ടോ കോഴിത്തല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഈ ABC സ്റ്റോർ കണ്ടോ, ഇത് US ഒരുവിധപ്പെട്ട ഇതിലെല്ലാം എന്ന് വെച്ചാൽ US ഇതിൽ ഒരുപാട് ഇതുള്ളതിൽ ഒരു മെയിൻ ഷോപ്പാണ് ABC സ്റ്റോർ എന്ന് പറയുന്നത്. അത്യാവശ്യം പെട്ട ഒരുവിധം സാധനങ്ങളെന്ന് വെച്ചാൽ ഫുഡ് ഐറ്റംസ് അല്ലാതെ ഫുഡ് ഐറ്റംസ്, ചോക്ലേറ്റ് അങ്ങനെയുള്ളതൊക്കെ കിട്ടും. ഡ്രസ്സുകൾ, മാഗ്നറ്റുകൾ, സൊവിനിയേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടും. ഇനി ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ജുവലറീസ് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഞാനൊരു ജ്വല്ലറിയുടെ ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ജ്വല്ലറിയുടെ ഷോപ്പ് ഞാൻ കാണിച്ചിട്ട് ഇവിടെ കൂടുതലായിട്ടും ഗോൾഡ് ആരും ഉപയോഗിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കൂടുതലും സിൽവർ, ഡയമണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ. ഇതൊരു സിൽവറിൻ്റെ ഷോപ്പാണ്. പെൻഡൻറ്റുകൾ, വളരെ തിന്നായിട്ടുള്ള ചെയിനുകളും കാര്യങ്ങളുമാണ് ഇവിടുത്തുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾ കാണുന്ന കണ്ടില്ലേ, അത് ഇവിടുത്തെ വരുന്നത് ഒരുപാട് ഫിഷ് അങ്ങനത്തുള്ള സംഭവത്തിന്. ഈ കാണുന്നത് കണ്ടോ, ഇതെന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ നാട്ടിലെ തേങ്ങയാണ്. ആ തേങ്ങേൻ്റെ ഷെല്ലില്ലേ, നമ്മൾ പുറത്തെ തൊണ്ടില്ലേ, അത് അവർ ഡിസൈൻ ചെയ്ത കാര്യങ്ങൾ. അതിൻ്റെ റേറ്റ് അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് $37 കേട്ടോ. $37 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ ഏകദേശം 4000 രൂപയുടെയൊക്കെ അടുത്ത് വരും. ആ ഒരു റേറ്റാണ് എഴുതിയേക്കുന്നത്. എന്തുമാത്രം ബുദ്ധിയുണ്ടെന്ന് അവർക്ക്. അവർ ആ ഷെല്ല് പോലും ഇതാക്കാതെ, ഇത് നമ്മുടെ നാട്ടിലെ ചിരട്ട വേണം കേട്ടോ. ആ ചിരട്ട വെച്ചാണ് അതിനകത്ത് ക്യാൻഡിലുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. അതുപോലെയാണ് ഇത് ഒരു മങ്കിയുടെ ഫേസുള്ള ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ തൊണ്ട് വെച്ചുണ്ടാക്കി. ഈ ബുദ്ധിയൊന്നും നമുക്ക് തോന്നി. നമ്മളവിടെ ആരും വാങ്ങില്ല. സ്പെഷ്യലി ഇരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇത് കൂടുതലും ചിരട്ടയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ആ ഒരു ഷെല്ല് വെച്ചിട്ട് അതുപോലെയൊക്കെ ഇരിക്കുന്നു. ആ ഷെല്ല് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പൈൻ ട്രീയുടെ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമുക്കിന്ന് ടെൻഡർ പോർട്ടാണുള്ളത്, കൊണ എന്ന് പറയുന്നത്. ടെൻഡർ പോർട്ടെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഷിപ്പ് നല്ല പാസഞ്ചർ ഷിപ്പായതുകൊണ്ട് ഇതിൻ്റെ അടുത്തോട്ട് അടുക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ആഴം വളരെയധികം കുറവാണ്. അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ആങ്കറിൽ മിഡിലാക്കി ഇട്ടിട്ട് അവിടുന്ന് ഇതുപോലുള്ള ചെറിയ ചെറിയ ലൈഫ് ബോട്ടിലാണ് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അടുത്ത പോർട്ടിൽ പോകുമ്പോൾ അടുത്ത വീഡിയോ. ഓക്കെ ഗായ്സ്.